നമസ്കാരം. വാർത്താവാരത്തിന്റെ 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. വാർത്താവാരം 100 ആഴ്ചകൾ പിന്നിടുകയാണ്. നിരവധി ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വാർത്താവാരം 100 ആഴ്ചകൾ പിന്നിടുന്നത്. പ്രധാന ജനകീയ സംഭവങ്ങൾക്കുമേൽ അധികൃതരെ കൊണ്ട് നടപടികൾ സ്വീകരിപ്പിക്കുവാൻ വാർത്താവാരത്തിന് കഴിഞ്ഞു. നിരവധി എതിർപ്പുകളും വാർത്താവാരത്തിന് നേരിടേണ്ടതായും വന്നിട്ടുണ്ട്. അധികൃതർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വാർത്തകൾക്കുമേൽ സത്വര നടപടികൾ അധികൃതരെ കൊണ്ട് സ്വീകരിപ്പിക്കുവാൻ വാർത്താവാരത്തിന് കഴിഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അഭിനന്ദനവും അധികൃതരുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വാർത്തകളിലെ സത്യസന്ധത അധികൃതരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുവാൻ വാർത്താവാരത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ 100 ആഴ്ചകളിലൂടെ സംപ്രേഷണം ചെയ്ത ചില പ്രധാന വാർത്തകളിലൂടെ കടന്നു പോവുകയാണ് 100ാം എപ്പിസോഡിലെ ഈ വാർത്താവാരത്തിൽ. ആ വാർത്തകളിലൂടെ പരാമർശിച്ചു പോയവർ പിന്നീട് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ആദിവാസി കോളനിയിലെ ജീവിതങ്ങൾ മാറ്റിമറിക്കുവാൻ വാർത്താവാരത്തിന് സാധിച്ചു. എറണാകുളം ജില്ലയിലെ ഏക ആദിവാസി കോളനിയാണ് പൊങ്ങിൻചോട് ആദിവാസി കോളനി. വാർത്താവാരത്തിന്റെ 75ാം എപ്പിസോഡിൽ പൂർണ്ണമായും ഈ കോളനിയുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. 40 വർഷത്തോളമായി വൈദ്യുതി പോലും ഇല്ലാതെയാണ് ഇവർ ഇവിടെ താമസിക്കുന്നത്. ആദ്യം ഈ കോളനിയുടെ വാർത്ത കാണാം. വൈദ്യുതി എന്നത് ഇവർക്ക് കിട്ടാക്കനിയാണ്. കഴിഞ്ഞ 42 വർഷത്തിനിടെ വൈദ്യുതി ലഭിച്ചത് ആകെ 3 ദിവസം മാത്രം. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇരുട്ട് മാത്രമാണ് ഇവർക്ക് കൂട്ട്. ജീവിതം മൊത്തം കൂരാക്കൂരിരുട്ടിൽ. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഇവിടേക്ക് വൈദ്യുതി ലൈൻ വലിച്ചു. ലൈൻ വലിക്കുന്ന സമയത്തു തന്നെ ഇവിടുത്തുകാർ പറഞ്ഞതാണ് ഭൂമിക്കടിയിലൂടെ വേണമെന്ന്. എന്നാൽ ഇവരുടെ വാക്കുകൾ അധികൃതർ കേട്ട ഭാവം നടിച്ചില്ല. നിരക്ഷരരായ ഇവരുടെ ഈ ആവശ്യം നിരസിക്കപ്പെടുകയായിരുന്നു. ഈ കോളനിയിൽ നിന്നും ഇവർക്കൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഭീമമായ ചിലവാണ്. ആകെയുള്ള യാത്രാ സൗകര്യം ജീപ്പ് മാത്രം. ഈ ജീപ്പിൽ ഇന്ന് പട്ടണത്തിലേക്ക് എത്തിച്ചേരാൻ 1500 രൂപയോളം ചിലവ് വരും. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു ആവശ്യത്തിനായി വരണമെങ്കിൽ 2000ഓളം രൂപയാണ് ഇവർക്ക് ചിലവ്. അതും തൊഴിലില്ലാത്ത ഇവർ എവിടെ നിന്ന് സംഘടിപ്പിക്കും? അതിനാൽ കോളനിയിൽ നിന്നും ഇവർ പുറത്തേക്ക് ഇറങ്ങാറു പോലുമില്ല. പലപ്പോഴും ജനനവും മരണവും കോളനിയിൽ വെച്ചു തന്നെ നടക്കും. അത്യാസന്ന നിലയിലായ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് മരണം ഉറപ്പാണ്. കാരണം അത്രയ്ക്കും തകർന്നു കിടക്കുന്ന റോഡ് മാർഗം വേണം ഇവർക്ക് ആശുപത്രിയിലെത്താൻ. പലപ്പോഴും പ്രസവം പോലും ആശുപത്രിയിലേക്ക് വരുന്ന വഴിയാണ് നടക്കുക. ഇതെല്ലാം നിത്യസംഭവങ്ങളാകുമ്പോഴും പ്രതികരണശേഷിയില്ലാത്ത ഇവരുടെ ജീവിതങ്ങൾ ഈ കോളനികളിൽ ഹോമിച്ചു തീരുന്നു. മെഡിക്കലായിട്ട് പോകാൻ ഇപ്പോൾ അത്യാവശ്യമായിട്ട് പോകാൻ തന്നെ വഴി തീരെ മോശമാണ്. ഇപ്പോൾ ഇവിടുന്ന് അസുഖം കൂടുതലായി പോയാൽ തന്നെ പകുതി ഇട പോകുമ്പോൾ മരിക്കുന്നവരുമുണ്ട്. അങ്ങനെ പോകാൻ ഇപ്പോൾ ഗർഭിണികളെ കൊണ്ടുപോയാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ കോളനിയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. നിരവധി ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചതായിരുന്നു പൊങ്ങിൻചുവട് ആദിവാസി കോളനിയെക്കുറിച്ചുള്ള വാർത്താവാരം. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ജഡ്ജിമാർ അടങ്ങുന്ന സംഘം തന്നെ ഇവിടെ സന്ദർശനം നടത്തി. വാർത്താവാരത്തിന്റെ പ്രധാന ഇമ്പാക്റ്റുകളിൽ ഒന്നായിരുന്നു അത്. അധികൃതർ ഈ കാടിന്റെ മക്കളോട് ചെയ്യുന്ന അവഗണന പ്രതിഷേധാർഹം തന്നെയാണ്. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ ഇവരുടെ ദുരിത ജീവിതത്തിന് അറുതി വരുത്തുവാൻ രംഗത്തെത്തേണ്ടതാണ്. വോട്ടിനു വേണ്ടി മാത്രമുള്ള പ്രഖ്യാപനമല്ല ഇവിടെ വേണ്ടത്. ശാശ്വതമായ പരിഹാരമാണ് ഇവർക്കാവശ്യം. ഇനിയൊരിക്കൽ ഇവിടെ ചെല്ലുമ്പോൾ വൈദ്യുതിയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വാർത്താവാരം. വാർത്താവാരത്തിന്റെ 75ാം എപ്പിസോഡിന്റെ അവസാനത്തിൽ പറഞ്ഞ ഈ വാക്കുകൾ അന്വർത്ഥമാകുന്ന രീതിയിലായിരുന്നു പിന്നീട് ഈ കോളനിയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ. കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിന് ജഡ്ജിമാരടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവിടെ സന്ദർശനം നടത്തിയത്. ഇതിന് കാരണമായത് വാർത്താവാരമായിരുന്നു. കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അധികൃതർക്ക് സഹായകമായത് വാർത്താവാരത്തിന്റെ 75ാം എപ്പിസോഡാണ്. അവർ ഈ പ്രോഗ്രാം വിശദമായി കാണുകയും ഇതേ തുടർന്ന് കോളനിയിൽ സന്ദർശനം നടത്തുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ TV-ലും ഡിസ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിസ്കായിട്ട് ഇറങ്ങി അത് പലരായിട്ട് പോയി കണ്ട്. അപ്പോൾ TV-ലും ഒക്കെ ആയിട്ട് വന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പൊങ്ങിൻചോട് കോളനി ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് തന്നെ ഇതിൽ കൂടെയാണ്. ആദ്യം ഇങ്ങനെ ഒരു ഇത് നടത്തിയത് കൊണ്ട്
അല്ലാതെ അങ്ങനെ തന്നെ പുറത്തിങ്ങനെ അറിയപ്പെടാതെ കിടന്ന ഒരു കോളനിയാണിത്. അപ്പോൾ ഇപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നും ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥകൾ അറിയുകയും ഒക്കെ ആണതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം ഇതായിട്ട് വന്നിട്ടുണ്ട്. കാലടി ക്ലിയറേഷന് ഈ ചാനലുകാർ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതുപോലെ ഒരു പുരോഗമനം ഇനിയും ഉണ്ടാകും. അല്ലെ ഈ ചാനലുകാർ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് തടസ്സങ്ങളും എല്ലാം ഈ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഈ പല കുഴപ്പങ്ങളും ഉണ്ടാകും. ഇതുപോലെ തന്നെ ഈ ചാനലുകാർ വന്നുകൊണ്ട് കുറേയൊക്കെ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോളനിയിലെ ആദിവാസികളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിഷ്കളങ്കമായ ഇവരുടെ ഈ വാക്കുകളിൽ വാർത്താവാരത്തോടുള്ള നന്ദിയും കടപ്പാടുമുണ്ട്. ഇവിടെ ഈ പരിപാടി ഇപ്പോൾ ഇവിടെ വരാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചാനലുകാർ നമ്മളെ കാലടി ചാനലുകാർ വന്ന് പൊങ്ങിച്ചോണ്ടിൻ്റെ എല്ലാ വാർത്തകളും പുറത്ത് പോയി. പിന്നെ ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ ഇവിടെ വരാനും പുറത്ത് അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോളനിയുടെ വികസനം നല്ല രീതിയിൽ ഇനി വരും എന്നുള്ളൊരു പ്രതീക്ഷിക്കുന്നു. കോളനിയിൽ വന്ന് ഈ ഇത് കണ്ടെത്തിയ ശേഷമാണ് അത് അങ്ങനെ അയച്ചു കൊണ്ടിട്ടാണ് പല സ്ഥലത്തും അറിയാൻ ഇവിടെ ഇപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരികയും ചെയ്തത്. ഈ കോളനിയുടെ ദുരവസ്ഥ പുറം ലോകത്തെത്തിക്കുവാൻ വാർത്താവാരത്തിന് കഴിഞ്ഞു എന്നതിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അഭിമാനമുണ്ട്. കാരണം വാർത്താവാരത്തിലൂടെ ഒരു മാറ്റം തന്നെയാണ് ഈ ആദിവാസി കോളനിയിൽ ഉണ്ടായിട്ടുള്ളത്. പൊങ്ങിൻചോട് ആദിവാസി കോളനിയിൽ മാറ്റത്തിന്റെ തിരി തെളിയിക്കുവാൻ വാർത്താവാരത്തിന് കഴിഞ്ഞു. വാർത്താവാരം കൊളുത്തിയ ഈ തിരിവട്ടം കെടാതെ സൂക്ഷിക്കേണ്ടത് അധികൃതരാണ്. വികസനത്തിന്റെ പാതയിലൂടെ മുൻനിരയിലേക്ക് കടന്നു വരികയാണ് പൊങ്ങിൻചോട് ആദിവാസി കോളനിയിലുള്ളവർ. വാർത്താവാരത്തിൽ സംപ്രേഷണം ചെയ്ത വത്സന്റെ ദുരവസ്ഥ പ്രേക്ഷകരുടെ കരളെലിയിപ്പിക്കുന്ന കാഴ്ചകളിൽ ഒന്നായിരുന്നു. കഴിഞ്ഞ 6 വർഷത്തോളമായി വത്സൻ തളർന്നു കിടക്കുകയാണ്. മലയാറ്റൂരിൽ വച്ച് ഒരു സിനിമാ നടന്റെ വാഹനം ഇടിച്ചതിനെ തുടർന്നാണ് വത്സൻ തളർന്നുപോയത്. ഈ വാർത്ത ധനപാലൻ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുകയും വത്സന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തു. ശരീരം തളർന്നു കിടക്കുന്ന വത്സന് സാന്ത്വനവുമായി ധനപാലൻ MP വത്സന്റെ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ വാർത്താവാരത്തിലൂടെ വത്സന്റെ ജീവിതകഥ പുറംലോകം അറിഞ്ഞതോടെയാണ് MP സഹായ വാഗ്ദാനവുമായി എത്തിയത്. വത്സന്റെ ചികിത്സയ്ക്കും മറ്റുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുമെന്ന് ധനപാലൻ MP അറിയിച്ചു. കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കും മറ്റുമായി സഹായം നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അപേക്ഷ കൊടുത്ത് അതിൽ നിന്ന് കഴിയുന്നത്ര സഹായം ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഈ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും ഭാവിയിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലുമൊക്കെ ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹായവും ഞങ്ങൾ നൽകും. പ്രാദേശിക വാർത്തകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആഴ്ചയിലൊരു ദിവസം പ്രാദേശിക വാർത്തകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള വാർത്താവാരം, അത് തീർച്ചയായും എല്ലാ ജനങ്ങളും ആ ദിവസം കാത്തിരുന്ന് അത് കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മുടെ പ്രാദേശിക പ്രശ്നങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തിക്കാൻ ഇങ്ങനെ ഒരു സംരംഭം നേതൃത്വം കൊടുക്കുന്ന ACTV ടെലിവിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ജോസ് തെറ്റിൽ MLA രാജവെമ്പാലയെ പിടികൂടി നിൽക്കുന്ന വാർത്ത ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. വടാട്ടുപാറയിൽ നിന്നും പിടികൂടിയ രാജവെമ്പാലയെ മലയാറ്റൂർ വനാന്തരങ്ങളിലേക്കാണ് തുറന്നുവിട്ടത്. രാജവെമ്പാലയെ തുറന്നുവിടുന്നത് കാണാനാണ് ജോസ് തെറ്റിൽ MLA എത്തിയത്. ജീവിതത്തിൽ അപൂർവ അനുഭവങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് ജോസ് തെറ്റിൽ MLA പറഞ്ഞത്. ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയ കാനന രാജാവ് ഇനി മലയാറ്റൂർ വനാന്തരങ്ങളിൽ. കോതമംഗലം വടാട്ടുപാറയിൽ നിന്നും പിടികൂടിയ രാജവെമ്പാലയെയാണ് മലയാറ്റൂർ വനാന്തരങ്ങളിലേക്ക് തുറന്നുവിട്ടത്. ജോസ് തെറ്റിൽ MLAയും രാജവെമ്പാലയെ തുറന്നുവിടുന്നത് കാണാൻ എത്തിയിരുന്നു. ജീവിതത്തിൽ നിരവധി പാമ്പുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു രാജവെമ്പാലയെ കാണുന്നത് ഇതാദ്യമായാണെന്ന് MLA പറഞ്ഞു. കൗതുകത്തോടെ അദ്ദേഹം പാമ്പിനെ തൊട്ടു നോക്കുകയും ചെയ്തു. പിന്നെ ACTVയുടെ ഈ ക്ലിയർ വിഷൻ്റെ ഒക്കെ വളരെ മനോഹരമായി അടുത്ത കാലത്ത് ഉണ്ടായ ഞാനും കൂടി പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വെമ്പൂരം ആ ബ്രിഡ്ജിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അന്നത്തെ ദിവസമാണ് പിടിച്ച 16 അടി നീളമുള്ള രാജവെമ്പാലയുടെ അന്ന് രാജവെമ്പാലനെ തുറന്നു വിടാൻ വേണ്ടിയിട്ട് അന്നത്തെ DFOയും പിന്നെ അത് പിടിച്ച് കൊണ്ടുവന്ന് ഇവിടുന്ന്
അത് അക്കരെയുള്ള കോടനാട് അക്കരയിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്ന അങ്ങനെ അത് വളരെ തന്ത്രപൂർവ്വം അതിനെ പിടിച്ച്, വളരെ ക്ലെവറായിട്ട് വളരെ പിടിച്ച് അതിനെ കൊണ്ടുവന്ന് 16 അടിയുള്ള തന്നെ പിടിച്ചിങ്ങനെ പിടിച്ച ഞാനും അതിനെ കയറി ഒന്ന് പിടിച്ചു. കാരണം നമുക്കൊരു അപൂർവമായ സന്ദർഭമാണ്. അത്തരത്തിലുള്ള അപൂർവ സന്ദർഭങ്ങളിലുള്ള അതുല്യമായ ചിത്രങ്ങളും സന്ദർഭങ്ങളും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രാദേശിക വാർത്തകളുടെ പ്രാധാന്യം. അതുതന്നെ ACTVയും അതുപോലെ തന്നെ ക്ലിയർ വിഷനും ചെയ്തിരിക്കണം എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനാർഹമാണ്. നിരവധി ആളുകൾ ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഇത് പാമ്പ് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പിടിച്ച് നിൽക്കാൻ കണ്ടല്ലോ എന്നുള്ളത്. അവർക്ക് താല്പര്യം അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കാണുന്നതിനുള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നുള്ള സന്തോഷവും അവരറിയിച്ചിട്ടുണ്ട്. വാർത്താവാരം ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് പ്രാദേശികമായ വാർത്തകളാണ്. ആ പ്രാദേശികമായ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ പത്രമാണെങ്കിൽ തന്നെയും പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കാർ നോക്കുന്നത് പ്രാദേശിക വാർത്തകളാണ്. ആളുകൾക്ക് പ്രാദേശികമായിട്ട് എന്ത് നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നറിയാനുള്ള താല്പര്യമുണ്ട്. ആൾക്ക് അതിനകത്ത് കൂടുതൽ താല്പര്യത്തോടെ ആൾക്കാർ വരുന്നത്. അതുതന്നെയാണ് ഈ വാർത്ത ഇതിനുള്ള ഏറ്റവും കൂടുതൽ പ്രാധാന്യം, വാരാന്ത്യം വാർത്തകൾ വരുന്നതിനുള്ള പ്രാധാന്യം.